ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ലൈക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒരു ഫുൾ ഡേ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു വ്ലോഗാണിത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടൽ പാരഗണിലാണ് പോയത്. നമുക്ക് ഹോട്ടലിൽ ഓൾറെഡി നമ്മളുടെ ഹോട്ടലിൽ ഓൾറെഡി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ അവിടെ കയറിയില്ല. നമ്മൾ പാരഗണിൽ തന്നെ പോകുന്നത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ത്രീ ഇയേഴ്സ് ബാക്കൊക്കെയാണ് നമ്മൾ പാരഗണിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ളത്. അത് കൊച്ചിയിലെ ലുലു മോളിലുള്ള പാരഗണിലാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ബട്ട് ഇതുവരെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ അടുത്ത് കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡായിരുന്നു അത്. ഓർഡർ ചെയ്തത് ചിക്കൻ സ്റ്റൂ ആൻഡ് വെള്ളയപ്പമായിരുന്നു ഓർഡർ ചെയ്തത്. അതുപോലെ ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തു. ബീഫ് റോസ്റ്റ് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ബട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടായിരുന്നു. ദെൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ മഴയത്തൊന്നും നമുക്ക് പറ്റില്ല. നല്ലൊരു ക്ലൈമറ്റ് തന്നെ നമുക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് കോഴിക്കോട് വന്നത് തന്നെ. അപ്പോൾ അതിനുള്ള ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോകുന്നത്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കോഴിക്കോട് ഇത്ര എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നൈറ്റ് ടൈം ഒന്ന് പാസ് ചെയ്ത് പോകാല്ലാണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഫസ്റ്റ് നമ്മൾ ബാഗ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ലൈക്ക് എല്ലാ സംഭവങ്ങളും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് വേണം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബാഗ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ കാണുന്ന ബാഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് അറൗണ്ട് 200 റുപ്പീസാണ് അവർ പറഞ്ഞത്. ബാർഗെയിൻ ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. കാരണം അങ്ങനെ ബാർഗെയിൻ ചെയ്ത് നോക്കിയാലും തരുന്ന ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇതിന് ശേഷം ഞാൻ പോകുന്ന ഷോപ്സിലൊക്കെ ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടാണ് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് 2 എടുത്തു. ഒന്ന് എൻ്റെ സിസ്റ്റർക്കും ഒന്ന് എനിക്കും കൊടുത്തു. കലങ്കാരി മെറ്റീരിയൽ എനിക്കറിയാം ഇതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് എനിക്കറിയാം. ബട്ട് ഇതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു മോഡൽ. സോ അതുകൊണ്ട് ഈ കുർത്തേഴ്സിനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അത് കാരണം അതുപോലത്തെ 2 ബാഗ് എടുത്തു. ഹാലാക്ക് ഒരു ചെറിയൊരു ബാഗ്, ഹാല യൂസൊന്നും ചെയ്യില്ല, ബട്ട് ഇങ്ങനെ കാണുമ്പോൾ എടുക്കുമല്ലോ, അതുപോലത്തെ ഒരു ബാഗ് എടുത്തു. അതിനുശേഷം നമ്മൾ പോയത് ചെപ്പൽ വാങ്ങിക്കാനാണ്. എൻ്റെ ചെപ്പൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ മഴയത്തൊക്കെ ഇട്ടിട്ടിട്ട് അത് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ചെപ്പൽ വാങ്ങിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ആൻഡ് എനിക്ക് വലിയ റേറ്റിലുള്ളതൊന്നും വേണ്ട. കാരണം അവിടെ വന്നിട്ട് എനിക്ക് വലിയ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു ചെപ്പൽ വാങ്ങിക്കാനാണ് ഞാൻ പോയത്. ബട്ട് അവിടെ ചെന്ന് കണ്ടപ്പോൾ എല്ലാത്തിനും ഓൾമോസ്റ്റ് 500 എബോവ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഒരു ഷോപ്പിൽ വെറുതെ കയറിയതാണ്. അപ്പോൾ അറൗണ്ട് 560 ആ റേഞ്ചിലൊക്കെ ടോപ്സ് നമുക്ക് കിട്ടി. ആൻഡ് അവിടെ നിന്ന് 3 ടോപ്പ് എടുത്തു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ മനസ്സിലായി ഓർത്തത് എല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് കളർ ടോപ്സ് ആയിരുന്നു എടുത്തതെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ചിക്കൻ കാരി കുർത്ത കണ്ടു. ആൻഡ് അതെടുത്തു. ആ പർപ്പിളാണ് ആദ്യം ഞാൻ എടുത്തത്. ദെൻ അതിനുശേഷം മാറ്റി മെറൂൺ കളറാക്കി. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചെപ്പൽ വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും പോയി. അവിടെ നിന്ന് 150 റുപ്പീസിന് ചെപ്പൽ ഇട്ടിട്ടുണ്ടായി. എനിക്ക് ഇത്രയും റേറ്റ് കുറഞ്ഞ ചെപ്പൽ നോക്കിയാണ് ഞാൻ നടന്നത്. എനിക്ക് കുറച്ച് നാളൊന്ന് യൂസ് ചെയ്താൽ മതി, സിമ്പിളായിട്ട് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ. ഷൂസൊന്നും എനിക്ക് അങ്ങനെ ഒരുപാട് ഇടുന്ന ഇഷ്ടമല്ല. അതിൻ്റെ കളർ ചേഞ്ച് കണ്ടു. ബട്ട് എൻ്റെ കാലിന് ഫസ്റ്റ് ഇട്ട കളറായിരുന്നു ചേർന്നുണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി 2 ഉമ്മമാർക്കും അബായ വാങ്ങിച്ചു. അതിനുശേഷം നമ്മളൊരു ലൈമൊക്കെ കുടിച്ച് കുറച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലൈം കുടിച്ച് ഇരുന്നു. ആൻഡ് ദെൻ നമ്മൾ പോയത് ഒരു സൽവാർ എടുക്കാനാണ്. ആൻഡ് അത് വന്നിട്ട് കസിൻസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഷോപ്പാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതൊരു മെറ്റീരിയലാണ്. അവർ 1 അവറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൊടുത്തു. എനിക്ക് ഈ കളർ എൻ്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് കളറാണത്. സോ അതുകൊണ്ട് ആ കളർ കണ്ടപ്പോൾ ഞാൻ പിന്നെ വേറെ സൽവാർ ഒന്നും നോക്കിയില്ല. എനിക്ക് ആ കളർ അങ്ങനെ കിട്ടാറില്ലാത്തൊരു കളറായിരുന്നു. സോ അതുകൊണ്ട് അതെടുത്തു. അതൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് റൂമിലേക്കാണ് വന്നത്. റൂമിലൊരു 1 to 2 അവർ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഹാല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡാവും. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഹാലാക്കൊന്ന് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റൂമിൽ വന്നൊരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. ആൻഡ് ദെൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവളുടെ വീട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷമായി കണ്ടിട്ട്. അപ്പോൾ അവളുടെ വീട്ടിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കണ്ടതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ആ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് അൽത്താസയിലാണ്. ബട്ട് ഇവിടെ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിൽ അൽത്താസ ഉണ്ട്, ബട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും അൽത്താസ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തത് അൽത്താസ സ്പെഷ്യൽ ഷവർമ ആൻഡ് ദെൻ ഒരു ഷവർമ ബർഗർ, പിന്നെ ഹാലക്ക് ഫലാഫിൽ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്, ഇത് മൊയ്റ്റോ, അതൊക്കെയാണ് ഓർഡർ ചെയ്തത്.
നല്ല ഫുഡായിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായി ഫുഡ്സിൻ്റെ കാര്യത്തിൽ. ബട്ട് നമുക്ക് ഓൾമോസ്റ്റ് വയറ് എല്ലായിടത്തും ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുന്നതുകൊണ്ട് വയറ് ഭയങ്കര ഫില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് കഴിച്ച ഫുഡ്സൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. ആൻഡ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ വന്നു. എനിക്കൊരു ഡേ ടൈമിൽ ബീച്ചിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് എനിക്കിപ്പോൾ അതിന് പറ്റിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇൻഷാല്ലാ എനിക്ക് ഡേ ടൈമിൽ പോകണമെന്നുണ്ട്. ആൻഡ് ഇങ്ങനത്തെ സർബത്ത് പിന്നെ ഐസ് വരണ്ടി അങ്ങനെയാ തോന്നുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിച്ചു. ബട്ട് അതൊന്നും എൻ്റെ അങ്ങനെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനുള്ള എൻ്റെ ടേസ്റ്റിൽ വന്നില്ല. എനിക്ക് തോന്നുന്നു പലർക്കും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ സർബത്ത് ജ്യൂസ് അങ്ങനത്തേനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കെപ്പോഴും ഇഷ്ടം ചായ, ലൈക്ക് കല്ലുമ്മക്കായ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, അതൊക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ ആ ഒരു ഡേ എൻഡായി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.